ഇടുക്കിയിൽ വീണ്ടും ഒറ്റക്കമ്പൻ പടയപ്പയുടെ പരാക്രമം. കൊച്ചി ഉദുമൽപേട്ട പാതയിൽ പടയപ്പ KSRTC ബസ് ആക്രമിക്കാൻ ശ്രമിച്ചു. നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്കു നടുവിലാണ് പടയപ്പ എത്തിയത്. ദൃശ്യങ്ങൾ ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ പടയപ്പ ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണോ? ഇപ്പോൾ 9 മണിയോടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പടയപ്പ കൊച്ചി ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ കന്നിമല എസ്റ്റേറ്റിന് സമീപത്തായിരുന്നു തമ്പടിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കന്നിമല എസ്റ്റേറ്റിന്റെ ലയങ്ങളിലും തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ എത്തി വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അവിടുത്തെ പച്ചക്കറി കൃഷി അടക്കം നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് 9 മണിയോടുകൂടിയാണ് കന്നിമല എസ്റ്റേറ്റിൽ നിന്ന് പുറത്തിറങ്ങി നടു റോഡിലേക്ക് ഇറങ്ങിയത്. ഇത് അന്തർ സംസ്ഥാന പാതയാണ്. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന പാതയാണ് കൊച്ചി ഉദുമൽപേട്ട സംസ്ഥാന പാത. ഈ പാതയിലാണ് കാട്ടുകൊമ്പൻ ഇറങ്ങുകയും ഏതാണ്ട് 9 മണിയോടുകൂടി അതുവഴി കടന്നുപോയ ഒരു KSRTC ബസ്സിന് നേരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മളിത് കണ്ടത്. ഈ ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ പെട്ടെന്ന് ബസ് പിന്നോട്ടെടുത്ത് 2 തവണ പിന്നോട്ടെടുത്തതിനാലാണ് പടയപ്പ അത് ആക്രമിക്കാതെ അത് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ നേമക്കാട് കന്നിമല എസ്റ്റേറ്റ് മേഖലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ സ്ഥിരമായി തമ്പടിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ ഭീതിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉപരിയായി പടയപ്പ ഇപ്പോൾ വലിയ തോതിൽ ആക്രമണ സ്വഭാവം പലപ്പോഴും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിന്റെ വനംവകുപ്പിന്റെ RRT സംഘം നിരന്തരമായി പടയപ്പനെ നിരീക്ഷിക്കുകയാണ്. പക്ഷേ പലപ്പോഴും ഇത് പുറത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ശരി ആൽവിൻ, വീണ്ടും പടയപ്പയുടെ പരാക്രമം. ആന ബസ്സുകൾക്ക് മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.